നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഹരി രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ 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 ഹരി ഹരി. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 29 മോഹിനി രൂപവർണ്ണനം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. ഓം നമോ ഭഗവതി വാസുദേവായ. മോദാസുധാകലശം യേഷു ദദസ്തു സാത്വം ദുചേഷ്ടിതം മമ സഹത്വം ഇതി ബ്രുവാണ പങ്ക്തിപ്രഭേദവിനിവേശിതദേവദൈത്യാം ലീലാവിലാസഗതിഭി സമദാസുതാം ത്വം. അസുരന്മാർ സന്തോഷത്തോടെ മോഹിനി രൂപം പൂണ്ട് അങ്ങയുടെ കയ്യിൽ തന്നപ്പോൾ അങ്ങ് പറഞ്ഞു, എനിക്ക് തെറ്റു വല്ലതും പറ്റിപ്പോയാൽ നിങ്ങൾ പൊറുക്കണം. എന്നിട്ട് അസുരന്മാരെയും ദേവന്മാരെയും പന്തി തിരിച്ചിരുത്തി ആ അമൃതനെ കുണുങ്ങി നടന്നുകൊണ്ട് വിളമ്പി തുടങ്ങി. അസുരന്മാരാകട്ടെ മോഹിനിയുടെ തേഞ്ചോരും മൊഴിയിലും ലീലാവിലാസങ്ങളിലും മയങ്ങി ആ രൂപത്തിൽ അനുരാഗ പരവശരായി ഇരുന്നു പോയി. അവർ അമൃതിൻ്റെ കാര്യം തന്നെ മറന്ന പോലെയായി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഭാഗം വേറൊരു രീതിയിലാണ് പറയുന്നത്. അതായത്, അമൃത ഭംഗി വന്നപ്പോൾ ആ അമൃതിനെ അസുരന്മാർ തട്ടിക്കൊണ്ട് പോവുകയും ദേവന്മാരുടെ സങ്കടം കണ്ട മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട് അസുരന്മാരുടെ അടുത്ത് ചെല്ലുകയും ഈ മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിനെ കണ്ട് അസുരന്മാർ മോഹപരവശരാകുകയും അവരെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മോഹിനി രൂപം പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കണം, ഞാൻ അമൃത വിളമ്പിത്തരാം. അവസാനം കണ്ണഴിക്കുന്ന ആളിനെ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അസുരന്മാർ എല്ലാവരും കണ്ണ് കെട്ടിയിരിക്കുകയും ആ സമയം കൊണ്ട് മോഹിനി ദേവി അമൃത കൊണ്ട് കടന്നു കളയുകയുമാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഭാഗവത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 5. അസ്മാസ്യം പ്രണയിനിത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷു ദസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനും അർത്ഥപരിപീതസുധം വ്യലാവിഹി. അസ്മാസ്യം പ്രണയിനിത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷു ദസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപം യേത്യ സ്വർഭാനം അർത്ഥ പരിപീതസുധം വ്യലാവിഹി. ഗുരുവായൂരപ്പ, അവിടെ നിന്ന് അസുരർക്ക് വിളമ്പാതെ ദേവർക്ക് മാത്രം അമൃത് വിളമ്പി. അസുരന്മാരാകട്ടെ അങ്ങ് അവരുടെ പേരിൽ പ്രണയമുള്ളവരാണ് തെറ്റിദ്ധരിച്ച് അങ്ങയുടെ ലീലാവിലാസത്തിൽ മയങ്ങിയിരുന്നു പോയി. എന്നാൽ ഒരസുരൻ വിതുന്തുതനും ദേവകളുടെ കൂട്ടത്തിലിരുന്നു അമൃത് ഭുജിച്ചു. അത് തിരിച്ചറിഞ്ഞ് അങ്ങ് സ്വന്തം രൂപം ധരിച്ച് അമൃത് സേവിക്കുന്ന അസുരനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കഴുത്തറുത്തു. അവൻ 2 ഭാഗമായി, തലയും ഉടലും വേർപെട്ടെങ്കിലും അമൃതൻ്റെ പ്രഭാവത്താൽ മരിച്ചില്ല. അവ രാഹുവും കേതുവുമായി. ശ്ലോകം 6. തത്സുധാകരണയോഗ്യഫലം പരേഷു
ദത്വാഗതേ ത്വയേസുരേ ഗലുദേ വിഗൃഹ്ണൻ ഘോരേയധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വം ഇഹാവിരാസീഹി. അസുരന്മാർ ധന്വന്തരിമൂർത്തിയായി അവിടുത്തെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ചതിനുള്ള ശരിയായ ഫലം ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അവിടുന്ന് മറഞ്ഞപ്പോൾ അസുരന്മാർ ദേവകളോട് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ബലി എന്ന അസുരൻ തൻ്റെ മായാപ്രയോഗത്താൽ ദേവന്മാരെ അമ്പരപ്പിച്ച് കളഞ്ഞു. ആ ഘട്ടത്തിൽ ഭഗവാനെ അവിടുന്ന് യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. നമസ്തേ. ബാക്കി ഭാഗം തുടരും നാളെ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.